ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ അതിൽ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഞങ്ങള് അവിടെ അദ്ദേഹത്തിനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹം വലത്തേ വശത്തോടുകൂടി തന്നെ വളരെ വേഗതയിൽ, സൂപ്പർഫാസ്റ്റ് വാഹനമാണ്, വളരെ വേഗതയിൽ അദ്ദേഹം വാഹനം മുന്നിലേക്ക് എടുത്തു. തൊട്ടു മുന്നിലുണ്ടായിരുന്ന രണ്ട് വാഹനങ്ങളിലും ഞങ്ങളുടെ വാഹനത്തെ തട്ടാൻ പോകുന്നത് പോലെ അദ്ദേഹം വളരെ ക്ലോസായി തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം PMGയിൽ എത്തിയതിനു ശേഷം നിയമസഭയുടെ മുന്നിലൂടെ കല്യാൺ സിൽക്സിന്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് പാളയം വഴി പാളയം സാബല്യം കോംപ്ലക്സിന്റെ അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സിഗ്നലുകൾ ഓഫ് ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അങ്ങനെ ഒരു നമ്മളോട് സംസാരിച്ച ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയെ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയെ ഞാൻ വിളിച്ചു. മിനിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ സിഗ്നലിൽ വാഹനം നിർത്തിയിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു KSRTCയുടെ വിജിലൻസ് ടീമിനെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. തുടർന്ന് DCPയെ വിളിച്ചു, പോലീസിനെ ഈ വിവരം അറിയിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി. അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ബസ്സിനകത്തിരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അത് തീർച്ചയായും അത് ഇന്നലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ, മാധ്യമങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്തതായിട്ടുള്ള പ്രശ്നമല്ല. എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ദയവായി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോൾ ആരും ഇതിനെ വളരെ കുറഞ്ഞ രീതിയിൽ ഇതൊരു സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമാണ്, വാഹനങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് എന്ന് കരുതരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും നിയമപരമായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ ഒട്ടും ബോധേഡല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അത് ഞങ്ങളുടെ നേരെ, ഞങ്ങൾ നിൽക്കുന്ന സൈഡിലേക്ക് തന്നെ വലിച്ചെറിയുമൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ അതിനെ പോലീസിലും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്.